അമരം 4K ദൃശ്യമികവോടെ നവംബർ 7 മുതൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക്. എടാ നിന്റെ പെണ്ണിനെ ആ സാഗർ എന്ന് പറയുന്നവൻ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നേ, അതൊരു ആണിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലടാ. എടാ അന്യ കുടുംബത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ പിന്നെയും നമുക്ക് പോട്ടെന്ന് വെക്കായിരുന്നു. പക്ഷെ ഇത് നീ സ്നേഹിച്ച നിന്റെ മുറപ്പെണ്ണിനെയാ നീ കൂലി കൊടുത്ത് മഹാലക്ഷ്മിയുടെ പുറകെ വിട്ടവൻ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നേ. അവനെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ കൊത്തി അരിഞ്ഞാനെ ഞാൻ. അങ്ങനെ അവനെ കൊത്തി അരിയണമെന്നുണ്ടെങ്കിലേ അവന് പിന്തുണയുമായി കൂടെ നിൽക്കുന്നവരെ ആദ്യം അരിഞ്ഞു തള്ളണം. മാർക്കോയെ, കണ്ണനെ, പിന്നെ മഹാലക്ഷ്മിയെ. മാർക്കോയാണ് അവന്റെ ബലം. എല്ലാം നടക്കൂടാ. മാർക്കോയും കണ്ണനെയും ഈ ലോകത്തുനിന്ന് പറഞ്ഞു വിടുന്നതിന് മുമ്പേ മഹാലക്ഷ്മിക്കാണ് ആ വിധി കൊടുക്കണ്ടേ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാങ്ങളെ? നമ്മൾ അവളെ കൊന്ന് ചിതയിൽ വരെ വെച്ചില്ലേ, എന്നിട്ട് അവക്ക് എന്തെങ്കിലും പറ്റുമോ? കിടാ അതിന് അവളെ അല്ലല്ലോ കൊന്ന് ചിതയിൽ വെച്ചത്. ഇവിടെ നീ മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ തീർപ്പുണ്ടാക്കാൻ പോകുന്നത് ഞാനോ നീയോ ഒന്നുമല്ല, കരുണമോളാ. മോൾക്ക് കൂട്ടായിട്ട് മോളെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന മോളുടെ മുത്തശ്ശിയുണ്ട്. അല്ലെങ്കിലേ അവരെന്താ ചെയ്യാൻ പോകുന്നത്? അതെന്തായാലും ശരി, നമ്മൾ കാണിച്ച പോലുള്ള അബദ്ധങ്ങളൊന്നും അവർ കാണിക്കാൻ പോകുന്നില്ല. എടാ അതെ, ഈ വരുന്ന 18-ാം തീയതി വരെ മഹാലക്ഷ്മിക്ക് ആയുസ് ഉണ്ടാവൂ. അങ്ങനെ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതല്ലേ അങ്ങളെ, എന്നിട്ട് അവളുടെ ആയുസ് കൂടുന്നല്ലാതെ കുറയുന്നില്ലല്ലോ. എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ വീൽ ചെയറിന്റെ സഹായത്തോടെ ഇരിക്കുന്നത് ഇപ്പൊ എന്റെ അച്ഛനല്ലേ? ഞാൻ പറയുന്നത് കേക്ക്. എടാ മണ്ട, എടാ 18-ാം തീയതി എന്റെ സഹധർമ്മിണിയുടെ പിറന്നാളാടാ, മോഹിനിയുടെ. എന്റെ മകളെക്കാളും മഹാലക്ഷ്മിയെ ചേർത്ത് പിടിക്കുന്ന മോഹിനിയുടെ അന്നത്തെ ദിവസേ അവൾക്കൊരു വയസ്സ് കൂടുമ്പോ അവളുടെ മോൾക്ക് ഇനി ഒരു വയസ്സും കൂടില്ലടാ. അന്നത്തോടെ അവളുടെ വളർച്ച മുരടിക്കുക. അങ്ങളെ ഈ അമിത പ്രതീക്ഷയൊന്നും തരണ്ട. തന്നു കഴിഞ്ഞാലേ ഈ തിരിച്ചടി ഉണ്ടാവുമ്പോ ആ ആഘാതം നമുക്ക് താങ്ങാൻ പറ്റില്ല. മരിച്ചെന്ന് വിശ്വസിച്ചിരുന്ന അവൾ തിരിച്ചു വന്നപ്പോ നമുക്കൊന്ന് അറ്റാക്ക് വരാതിരുന്നതേ ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടാ. ഇത്തവണ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വരുന്ന മകളെ ജീവനോടെ തിരിച്ചു പോവില്ലടാ. മാർക്കോയുടെയും ആനന്ദുവിന്റെയും കണ്ണന്റെയും ഒക്കെ വെല്ലുവിളി ഒരു വശത്തുണ്ട്, എനിക്കറിയാം. അത് ഓക്കെ, അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോഴും എനിക്കൊരു ഭയമില്ലടാ. അവന്മാരെ എന്നെ അങ്ങ് കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എന്നാലും കുഴപ്പമില്ല. അർഹതയില്ലാതെ കമലേശ്വരത്ത് കയറിപ്പറ്റിയവൾക്ക് ദാരുണമായ ഒരു അവസാനം ഉണ്ടാവണം. അതിനുവേണ്ടി എന്റെ മോളും എന്റെ അമ്മയും കൂടി കുറിച്ചിട്ടിരിക്കുന്ന ദിവസാ ഈ 18. ഉണ്ണിയെ മഹാലക്ഷ്മിയും കണ്ണനും കൂടി തരം താഴ്ത്തിയത് മുതല് കരുണ കലിപ്പില്ല. ഉണ്ണിയും അങ്ങനെ തന്നെയാ. ആ ദേഷ്യോടാ എന്റെ മോള് തീർക്കാൻ പോന്നെ. അവൾക്ക് എല്ലാ പിന്തുണയും കൊടുത്തോണ്ട് ഞാനും അമ്മയും അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. അമ്മയുടെ പിറന്നാളും മകളുടെ ആണ്ടും ഇനി എല്ലാ വർഷവും ഒരു ദിവസം ആഘോഷിക്കാം. അവളെ സ്നേഹിച്ചു കൊന്ന അവളുടെ അമ്മയ്ക്ക്, അവളെ സ്നേഹിക്കുന്നവർക്കൊക്കെ